ഇനി നമുക്ക് കണ്ണൂർ മരക്കാർക്കണ്ടിയിലെ ഇമ്രാനെ കാണാം. ക്യാൻസർ ബാധിച്ച ബാലൻ. ഉപ്പ ഉപേക്ഷിച്ചു പോയി. ഇമ്രാനെ ചികിത്സിച്ച് ഭാരിച്ച കടത്തിലാണ് കുടുംബം. പഠിക്കാനും കളിക്കാനും അത്യുത്സാഹിയാണ് മുഹമ്മദ് ഇമ്രാൻ എന്ന 10 വയസ്സുകാരൻ. ലുക്കീമിയ രോഗം സ്ഥിരീകരിച്ചതു മുതൽ ഈ കുടുംബം കുഴപ്പത്തിലായിരിക്കുന്നു. വീടും സ്ഥലവുമെല്ലാം നഷ്ടപ്പെട്ടു. എവിടെയും കടക്കാരുടെ മുഖങ്ങൾ. ഉമ്മ റോസിന ഒരു യുദ്ധം നടത്തുകയാണ്. ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചെലവായി കഴിഞ്ഞു. രോഗിയായ വലിയമ്മയും ഇമ്രാനും മറ്റു 3 കുട്ടികളും. 4 ആൺകുട്ടികളാണ്. 3ാമത്തെ മകനാണ് അസുഖം. അവന് 4ാം വയസ്സിലാണ് കണ്ടു തുടങ്ങിയത്. ആദ്യം പരിഹാരത്തിന് ചികിത്സ, എന്നിട്ട് അവിടുന്ന് ഡോക്ടർമാരുടെ അങ്ങോട്ടേക്ക് റെഫർ ചെയ്തതാണ്. RCCയിൽ 5 വർഷമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ 2013 ലാസ്റ്റ് ആകുമ്പോഴേക്ക് അവനക്ക് ക്യാൻസറിൻ്റെ കൂടെ തന്നെ മെനിഞ്ചൈറ്റിസും വന്നിട്ട് പരിഹാരത്ത് 1.5 മാസം കിടപ്പിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫുൾ എല്ലാം തളർന്നിട്ട് ജീവൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ ഒരവസ്ഥ 1 മാസത്തോളം തുടർന്നതിന്. എന്നിട്ട് പോലും ആരെ സഹായമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പം സ്വന്തമായിട്ട് അന്നേരം വീടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഒന്നുമില്ല. ഇപ്പോൾ വാടകയ്ക്കാണ്, 3 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നത്. RCCയിൽ 4-5 മാസത്തോളം അവിടെ തന്നെ താമസിച്ച് പുറത്ത് റൂമൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് 1 മാസം നാട്ടിലേക്ക് വന്ന്, എന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് 1.5 മാസത്തോളം പിന്നെ അവിടെ തന്നെ താമസിച്ച്. ഇപ്പോൾ അതിന് ശേഷം പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ RCCയിൽ പോക്കെ എല്ലാം കയ്യിൽ നിന്ന് തന്നെ കാശെടുത്തിട്ടുണ്ടായിരുന്നു. ആരോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ വാടകയ്ക്ക് 3 വർഷമായി താമസിക്കുന്നെങ്കിൽ ഇപ്പോൾ 2 മാസമായി വാടക ഒന്ന് കൊടുത്തിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. കുട്ടികളെ പഠിപ്പ് ബാപ്പ ഇങ്ങനെ നോക്കാറൊന്നുമില്ല, കേസില്ലാന്ന്. 1.5 വർഷമായി വാറണ്ടായിട്ട്. അപ്പോൾ ഗൾഫിൽ തന്നെ അദ്ദേഹം ഉള്ളത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോൾ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ നാട്ടിൽ വന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നോ. അപ്പോൾ ആരുടെയെങ്കിലും സഹായം അങ്ങനെയെല്ലാം കിട്ടിയെങ്കിൽ കുറച്ച് മെച്ചപ്പെടുക. ഇപ്പോൾ 2.5 ലക്ഷം കടമുണ്ട്. അപ്പം വീട്ടിൽ വന്നിട്ട് അവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിക്കലാണ്. കുറേ കഷ്ടപ്പെട്ടു. എൻ്റെ മോൾ ജീവിക്കാൻ കൂടി വൈകുന്നുണ്ട്. ഒരു പാത്രമാണ് റോട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടോടും പാഞ്ഞ് മതിയായി മോനെ, ഇതെന്താക്കണം നമ്മൾ നടന്ന് മതിയായി ഇതെന്താക്കണ്ടെന്ന് ഓർത്ത് ഞാൻ പിടിച്ച് അതിനെന്താ ഇതെല്ലിപ്പോൾ കൊണ്ട് നടക്കും. ഞാനില്ലോണ്ടാണ് എൻ്റെ മക്കൾ ബാക്കിയായിരുന്നല്ലേ ഓള് കൊല്ലും. അത്രയ്ക്ക് കടും, ഇങ്ങനത്തോളുണ്ട് കടും. ഇങ്ങനെ എൻ്റെ മോനിക്ക് രോഗം വന്നിട്ടാണ് പൊടിയും ഭിത്തി എല്ലാം നശിച്ചോളതെല്ലാം പോയി. എന്നാലും എൻ്റെ മക്കളെ മതി എന്നാണ് ഓള് പറയുന്നു. പിന്നെന്താക്ക ഇങ്ങനെ നടക്കുന്നത്. ഇനി എന്തെങ്കിലും തിന്നും, ഇനി പട്ടിണി കൊടുക്കും, ഇങ്ങനെ മക്കളെയും കൊണ്ട് നടക്കും. പിന്നെന്താക്കട്ടെ, കാലം മുടിക്കരുതില്ലാണ്ട്. ഇപ്പോൾ ഒരു ബാങ്കിൽ തന്നെ ലോൺ 1 വർഷമായി അടക്കാൻ പറ്റാത്ത. അവരിങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ്, അവർക്ക് പിന്നെ കുറച്ച് മനസ്താപമുള്ളതുകൊണ്ട് അവരൊരു 3 മാസം കൂടി നീട്ടി. ആ ഒരു പേടിയിലുള്ളതിന് അവർ വന്ന് എന്ത് ഡേറ്റ് പറയുമെന്നുള്ള ആ ഒരു ഭീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓനൊരു 8 ലക്ഷം രൂപയോളമായി. കാരണം എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അത് വിറ്റിട്ട് മൊത്തം രൂപയും എൻ്റെ ചികിത്സക്ക് തന്നെ പോയി. പിന്നെ എനിക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിന്, അതൊക്കെ മൊത്തം പോയി. ഇപ്പം ഒന്നുമില്ല. ഇപ്പം കടം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കേക്കൂ കേക്കൂ കുട്ടികളെ, പറയുകയാണ് കുഞ്ഞിമോൻ. കാര്യം പറയാൻ കേട്ടോളൂ, കാതുകൾ നീട്ടി കേട്ടോളൂ. സിനിമകൾ കാണാൻ പാടില്ല, സീരിയൽ കാണാൻ പാടില്ല, സമയം കളയാൻ പറ്റില്ല, സത്യമേ പറയാൻ പാടുള്ളൂ. ആള് ഉഷാറാണ്. പക്ഷെ പുറത്ത് ഞങ്ങൾ പറയണോ അസുഖമാണെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. ആദ്യഘട്ടത്തിലെല്ലാം മുടിയൊക്കെ കൊഴിഞ്ഞിട്ട് ആൾക്കാർക്ക് കാണുമ്പോൾ തോന്നും. ഇപ്പോൾ കീമോ ഇല്ലാത്തതുകൊണ്ട് മുടിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, നടക്കലും ചെയ്യും. കട്ടസി വേണ്ട മൊട്ടസി വാ, പേക്കു സൺഡേ ഉറേ വെടിക്ക പാക്കുറ. പഠിക്കാനെല്ലാം ക്ലാസ്സിൽ ഫസ്റ്റാണ്. പക്ഷെ സ്കൂളിൽ നിന്ന് അവർക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഓട്ടോയിൽ അവർ കൂട്ടിയിട്ട് കൊണ്ടുപോകും, നിർത്തിക്കാറില്ല. ഫ്രീ ആണ്, ഓട്ടോയെല്ലാം ഫ്രീ ആണ്. ഇല്ല, ഇനിയിപ്പോൾ ഇവന് തുടർന്ന് അങ്ങനെ ചികിത്സ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം ഇടയ്ക്ക് വെച്ച് നിർത്താൻ അങ്ങനെയൊന്നും പറ്റില്ല, RCC തന്നെ പോകണം. ഇനിയിപ്പോൾ തുടർ ചികിത്സക്ക് പൈസ ഒന്നുമില്ല. ഇങ്ങനെ ആരെങ്കിലും തന്ന് സഹായിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അത്രയും ബുദ്ധിമുട്ടില്ല ഇപ്പം ഞാനുള്ളത്. ഞാനിങ്ങനെ അന്വേഷിക്കുന്നത് ഏതെങ്കിലും സംഘടനയോ കാര്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നേരിട്ട് പോയിട്ടെങ്കിലും പറഞ്ഞിട്ട്, അങ്ങനെ നല്ല ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവരായിട്ട് സഹായം കിട്ടിയെങ്കിൽ വലിയ ഉപകാരമായിരുന്നു.
കൂട്ടുകാരെ, നിങ്ങൾ ഇന്നത്തെ പത്രം വായിച്ചില്ലേ? എന്തെല്ലാമാണ് ഇന്നത്തെ പത്രത്തിൽ വാർത്തകൾ? സഹായിക്കാൻ കണ്ണാടിയുമുണ്ടാകും. എന്നാൽ ഈ കുടുംബത്തിന്റെ ഭാരം കുറയ്ക്കാൻ അത് പോരാ. കഴിവുള്ള എല്ലാവരും മുൻപോട്ട് വരണം. കഴിവും പ്രസരിപ്പുമുള്ളൊരു ബാലന്റെ ചികിത്സ മുടങ്ങരുത്. കടഭാരം കുറയ്ക്കണം. റോസ്നിയുടെ യുദ്ധത്തിന് എല്ലാത്തരം സഹായവും ആവശ്യമുണ്ട്. നല്ലവരെല്ലാം മുമ്പോട്ട് വരണം.